യുവനായികമാരിൽ ശ്രദ്ധേയയായ അനശ്വര രാജൻ വിവാദങ്ങളിലൊന്നും ഇതുവരെ പെട്ടിരുന്നില്ല. എന്നാൽ ഈയിടെയായി സംവിധായകൻ ദിബു കരുണാകരൻ ചില ആരോപണങ്ങളുമായി വന്നിരിക്കുന്നു. ഇതിലെത്ര സത്യമുണ്ട്, ഇതിലെത്ര അസത്യമുണ്ട്, അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിമി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമയെ സംബന്ധിച്ച് വിവാദങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് പീര കണക്കെ ഉണ്ടാകാറുണ്ട്. ചിലത് കൊടുങ്കാറ്റായി മാറി ഇല്ലാതാകുന്നു, മറ്റു ചിലത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാറുന്നു. ഇങ്ങനെയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ എന്താണ് സിനിമയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്? ഇതിൽ അവർ പറയുന്ന കാര്യങ്ങളിൽ സത്യാവസ്ഥ എത്രയുണ്ട്? ഇവിടുത്തെ പ്രശ്നം, ദിബു കരുണാകരൻ ഭേദപ്പെട്ട സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള ചെറുപ്പക്കാരനാണ്. മോശമല്ലാത്ത സിനിമകളാണ്. അപ്പോൾ ഇപ്പോൾ പുതിയൊരു സിനിമ ചെയ്തിരിക്കുന്നു. ഇന്ദ്രജിത്ത് നായകൻ, അനശ്വര രാജൻ നായിക. നായികയ്ക്കാണ് പ്രാധാന്യം. അത് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ എന്നാണ് പേരിട്ടിരിക്കുന്നത്. തിയേറ്ററിൽ പ്രദർശിപ്പിക്കാനുള്ള തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് അനശ്വര രാജനെക്കുറിച്ചുള്ളൊരു ആരോപണം ദീപു കരുണാകരൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത്. മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ സിനിമയെക്കുറിച്ച് ഇൻസ്റ്റഗ്രാമിൽ പ്രൊമോട്ട് ചെയ്ത് പോസ്റ്റ് ഇടാൻ പറഞ്ഞപ്പോൾ അനശ്വര രാജൻ സമ്മതിച്ചില്ല എന്നാണ് പറഞ്ഞത്. ഒരു 2-3 പോസ്റ്റ് ഇട്ടാൽ ആ സിനിമയ്ക്ക് ഗുണം ചെയ്യും. അതവർ ചെയ്തില്ല. സംവിധായകൻ പറഞ്ഞിട്ട് അനുസരിക്കാത്തത് കൊണ്ട് ഇന്ദ്രജിത്തിനെ കൂടി കൊണ്ട് പറയിപ്പിച്ചു. എന്നിട്ടും സമ്മതിച്ചില്ല പോലും. സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല, അങ്ങനെ അനശ്വര രാജൻ അങ്ങനെ പ്രൊമോഷൻ നിന്നു കൊടുക്കാത്തത് കൊണ്ട് ആ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പറ്റില്ല. അത്രേ പകരം OTTയിൽ റിലീസ് ചെയ്യാൻ പോകുന്നു. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ഇതിൻ്റെ പേരിൽ ദീപു കരുണാകരന് അനശ്വര രാജൻ നഷ്ടപരിഹാരം കൊടുക്കണം. ഇത്രയുള്ള കാര്യങ്ങൾ. ഇങ്ങനെ കേൾക്കുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ എന്ത് വിചാരിക്കും? എത്ര ക്രൂരമായിട്ടാണ് ആ നായിക നടി ഇങ്ങനെ ചെയ്തത്. ഇവിടെ മമ്മൂട്ടി, മോഹൻലാൽ അടക്കമുള്ളവർ അവരുടെ സിനിമയ്ക്ക് വേണ്ടി പ്രൊമോഷൻ നടത്തുമ്പോൾ ഈ കുട്ടി എന്താ ഇങ്ങനെ? കാരണം വളർന്നു വരുന്നൊരു നായിക നടിയാണ്. ഇപ്പം മലയാള സിനിമയിൽ ആദ്യത്തെ പേരുകാരി അനശ്വര രാജനാണെന്ന് ആലോചിക്കണം. അതിന് കാരണം നേര് എന്നുള്ള സിനിമ, രേഖാചിത്രം സിനിമ, ഈ 2 സിനിമ കണ്ടവരൊന്നും ആ നായിക നടിയെ മറക്കില്ല. അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. ആ കുട്ടിയെക്കുറിച്ച് വലിയ ആരോപണങ്ങളും കേട്ടിട്ടില്ല. പിന്നെ ഇപ്പം എന്താ ഇങ്ങനെ കേൾക്കാൻ കാരണം? അതിൽ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ടോ? എന്താ സത്യാവസ്ഥ? നമ്മളൊരു കാര്യം ചോദിക്കേണ്ടതുണ്ട്. മുൻപ് ഇവിടെ നയൻതാര സിനിമയ്ക്ക് വേണ്ടി പ്രൊമോഷൻ വന്നില്ല എന്നുള്ള ഒച്ചപ്പാടുണ്ടാക്കിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ. അങ്ങനെ പലരെക്കുറിച്ചും പറയാറുണ്ട്. അന്ന് അവരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, സിനിമയിൽ അഭിനയിക്കാൻ ഇത്ര ദിവസം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അതിൻ്റെ തുക പറഞ്ഞുറപ്പിച്ചിട്ടുണ്ട്, അത് കൃത്യമായി ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് അന്ന് അവരൊക്കെ പറഞ്ഞിരുന്നത്. ശരിയാണ്, ഷൂട്ടിംഗാണ്. ചിലപ്പോൾ 1-2 ദിവസം അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അത് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് സംഭവിക്കാം, മറ്റ് അസുഖം കൊണ്ട് സംഭവിക്കാം. അതൊക്കെ നിർമ്മാതാവും സംവിധായകനും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റാണത്. അങ്ങനെയൊക്കെ എത്രയോ നടക്കാറുണ്ട്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, അനശ്വര രാജൻ എഗ്രിമെൻ്റ് വയ്ക്കുമ്പോൾ തൻ്റെ സിനിമയ്ക്ക് ഉള്ള പ്രൊമോഷൻ നൽകുന്നതിന് കൂടി പറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എഗ്രിമെൻറ്റിൽ അങ്ങനെ വെച്ചിട്ടും അനശ്വര രാജൻ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നടപടികളെടുക്കാം. അതെങ്ങനെ? അനശ്വര രാജൻ ഇപ്പോൾ അമ്മയുടെ മെമ്പറാണ്. ദീപു കരുണാകരൻ 2 രീതിയിലും, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും ഫെഫ്കയിലും മെമ്പറാണെന്ന് ആലോചിക്കണം. അപ്പം അങ്ങനെ അവർക്ക് അവരുടേതായിട്ടുള്ള സംഘടനകളിൽ പരാതി കൊടുക്കാം. ഈ പരാതി കൊടുക്കുമ്പോൾ അതൊരു അന്വേഷണം വരും. അങ്ങനെയൊക്കെയാണ് സാധാരണ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇവിടെ ഇതിലെന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ ഈ കുട്ടി അനശ്വര രാജൻ അങ്ങനെ സമ്മതിച്ചിട്ടുണ്ടോ? സമ്മതിച്ചിട്ടില്ലെങ്കിലോ? സമ്മതിച്ചിട്ടില്ലെങ്കിൽ നിയമപ്രകാരം ആ നടിക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതൊക്കെ നോക്കണം മനുഷ്യത്വപരമായ ചില കാര്യങ്ങളാണ്. നായിക പ്രാധാന്യമുള്ളൊരു സിനിമയാണ്. അപ്പോൾ ഈ സിനിമ വിജയിച്ചാൽ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും ആർക്ക അനശ്വര രാജനാണെന്ന് ആലോചിക്കണം. അപ്പോൾ ചോദിക്കും, അങ്ങനെ വിജയിച്ച് നായിക പ്രാധാന്യ സിനിമയ്ക്ക് എന്തുകൊണ്ടാണ് ആ നടി ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ പബ്ലിസിറ്റി കൊടുക്കാതിരുന്നത്? അതിന് ഉത്തരം പറയേണ്ടത് ശരിക്കും അവരാണെന്ന് ആലോചിക്കണം. അവരിതുവരെ വാ തുറന്നിട്ടില്ല. വൺ സൈഡ് മാത്രമേ നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളൂ എന്ന് ആലോചിക്കണം. എഗ്രിമെൻ്റ് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം വളരെ വ്യക്തമായി പറയേണ്ടിയിരിക്കുന്നുള്ളതാണത്. ഇവർക്ക് പറഞ്ഞിരിക്കുന്ന റെമ്യൂണറേഷൻ കൃത്യമായിട്ട് കൊടുത്തു എന്നും പറയുന്നുണ്ട്. അതിലൊന്നും നമുക്കിവിടെ തർക്കമൊന്നുമില്ല. തർക്കം എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ തിയേറ്ററിൽ സിനിമ റിലീസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു സംശയം എന്താ വന്നിരിക്കുന്നത്? ഒരു നടി പ്രൊമോഷന് വന്നില്ലെങ്കിൽ ആ സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിക്കാതിരിക്കുമോ? എന്ത് മണ്ടത്തരമാണ്! അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ സംശയിക്കില്ലേ, ഈ സിനിമ എന്താ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചാൽ ഓടാത്ത സിനിമയായിരിക്കുമോ എന്ന് ശങ്കിച്ചു പോയാൽ അങ്ങനെ ശങ്കിച്ചുകൂടെ? അതുമാത്രമല്ല, OTT കൊടുക്കുന്നത്രേ. OTT കാണണമെങ്കിലും ആ സിനിമ നന്നായിരിക്കണ്ടേ? OTT അപ്പോൾ ഇതിലെവിടെയോ എന്തോ ഒരു നമുക്കാർക്കും മനസ്സിലാവാത്ത എന്തോ സംഭവം ഉണ്ട് എന്നുള്ള കാര്യമാണ്. അതിനൊരു കാര്യം ചെയ്യേണ്ടതെന്താ? ആദ്യം അനശ്വര രാജൻ കാര്യങ്ങൾ തുറന്നു പറയണം. മറ്റൊന്ന്, ഇന്ദ്രജിത്ത് അനശ്വരയോട് സംസാരിച്ചിട്ടുണ്ട്, അപ്പോൾ നിഷേധിച്ചിട്ടുണ്ട്. ആ ഇന്ദ്രജിത്തും കാര്യങ്ങൾ തുറന്നു പറയണം. പിന്നെ ഇതിൻ്റെ നിർമ്മാതാവും സംവിധായകനും ഇതിൻ്റെ വ്യക്തമായ കാര്യങ്ങൾ തുറന്നു പറയണം. അങ്ങനെ തുറന്നു പറഞ്ഞിട്ടും സംഭവം വ്യക്തമല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സംഘടനകൾ ഒരുമിച്ചിരിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ തന്നെ സിനിമാ സമരത്തിൻ്റെയും താരങ്ങൾ പ്രതിഫലം കുറയ്ക്കുന്നതിൻ്റെയും കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടുള്ള വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അങ്ങനെ കൂനിന്മേൽ കുരു എന്ന പോലെ ഓരോരോ പ്രശ്നങ്ങൾ സിനിമയെ ഇങ്ങനെ ബാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ നഷ്ടം സിനിമയ്ക്ക് വേണ്ടിയാണെന്ന് ആലോചിക്കണം. സിനിമയെ ഇല്ലാതാക്കാൻ ആരും ശ്രമിക്കരുതെന്ന് ആലോചിക്കണം. മറ്റൊന്നും കൂടി ആലോചിക്കേണ്ടത്, ദീപു കരുണാകരൻ്റെ സഹോദരി സുചിത്ര മലയാള സിനിമയിലെ ഭേദപ്പെട്ട നായിക നടിയായി ഇവിടെ അഭിനയിച്ച് പിന്നീട് വിവാഹ ജീവിതത്തിൽ തിരിച്ചു പോയെന്ന് ആലോചിക്കണം. അപ്പോൾ ഒരു നടി എന്ന നിലയിലുള്ള അനുഭവം, തൻ്റെ സഹോദരിക്കുണ്ടായ അനുഭവം ദീപുവിന് അറിയാമെന്ന് ആലോചിക്കണം. അങ്ങനെ നമുക്ക് ഒരാളെ പെട്ടെന്ന് കുറ്റപ്പെടുത്താനും പറ്റുമോ? ഇതൊക്കെ ഒരാളെക്കുറിച്ച് നമ്മൾ ആരോപണം പറയുമ്പോൾ ആ ആരോപണം വ്യക്തിഹത്യയായി മാറാതിരിക്കാൻ ശ്രമിക്കണമെന്നുള്ളതാണ്. മറ്റൊരു കാര്യം കൂടി പറയാതെ വയ്യ. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ മമ്മൂട്ടിയുടെ ഒരു സിനിമ സാജ് പ്രൊഡക്ഷൻ സാജനാണ് നിർമ്മിച്ചത്. ആവനാഴിയാണ്. ഈ ആവനാഴി തിയേറ്ററിൽ ഓടി സൂപ്പർ ഹിറ്റായി. അതിൻ്റെ ഒരു പ്രചരണാർത്ഥം അങ്ങനെ ഉണ്ടാകുന്ന മുമ്പ് അങ്ങനെ പ്ലാൻ ചെയ്തത് ഒരു AC ബസ് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്നു. അതിൽ ആവനാഴിയിൽ അഭിനയിച്ച എല്ലാ അഭിനേതാക്കളും അതിൽ കയറുന്നു, എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടി. അത് ഓരോരോ ഇത് സിനിമ കളിക്കുന്ന ഇത്രയും 100-150 ദിവസം പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തിയേറ്ററിൽ ഇവർ ചെല്ലുന്നു, അങ്ങനെ ആൾക്കൂട്ടം ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരു പരിപാടിയാണ് പ്ലാൻ ചെയ്തത്. സാജനെന്ന് വലിയ പ്രൊഡ്യൂസറാണ്. പറയുന്ന കാശ് ഇട്ട് കൊടുക്കുകയാണത്. കാശ് എറിഞ്ഞ് കാശ് വാരുന്നൊരു സമയമായിരുന്നു സാജൻ എന്ന് ആലോചിക്കണം. പറഞ്ഞത് കൊടുക്കും. അങ്ങനെ എല്ലാ ആർട്ടിസ്റ്റുകളും ഈ വാഹനത്തിൽ കയറുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് കയറാമെന്ന് പറഞ്ഞ മമ്മൂട്ടി ഇടയ്ക്ക് വെച്ച് കയറാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ മമ്മൂട്ടി അന്ന് വന്നില്ല. മമ്മൂട്ടിയെ കാത്ത് ആയിരങ്ങളാണ് തടിച്ചുകൂടിയതെന്ന് ആലോചിക്കണം. മമ്മൂട്ടി വരാതിരുന്നപ്പോൾ ഒരു പ്രത്യാഘാതം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ തന്നെ അന്ന് പരസ്യമായി സാജൻ പ്രഖ്യാപിച്ചു, ഇനി ഞാൻ നിർമ്മിക്കുന്ന ഒരു സിനിമയിലും മമ്മൂട്ടിയെ അഭിനയിപ്പിക്കില്ല എന്ന്. അങ്ങനെയും ഒരു കാലമുണ്ടായിരുന്നു. അതെങ്ങനെ? സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. സിനിമ റിലീസ് ചെയ്ത്
ലാഭത്തിൻ്റെ ലാഭവും എല്ലാം കിട്ടിയിട്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. മമ്മൂട്ടിക്ക് അന്ന് ആ സമയത്ത് വേറെ സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, അവിടുന്ന് വരാനും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് മമ്മൂട്ടി അന്ന് വരാതിരുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പോലും ഇത്രയും പരസ്യമായി മമ്മൂട്ടിയെ ഇനി ഞാൻ എൻ്റെ ഒരു സിനിമയിലും അഭിനയിപ്പിക്കില്ല എന്ന് സാജൻ പറഞ്ഞു എന്ന് ആലോചിക്കണം. ഇവിടെ കുറച്ചും കൂടി ഗൗരവമാണെന്ന് ആലോചിക്കണം. ഈ സിനിമ റിലീസ് ചെയ്തിട്ടില്ല, സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രൊപ്പഗണ്ടയാണ്. അതിന് പ്രമുഖ നായിക നടി ഇതിന് സമ്മതിച്ചില്ല എന്ന് പറയുമ്പോൾ അതിന് എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ നടപടികൾ ഉണ്ടായിരിക്കണം. എഗ്രിമെൻ്റ് ഇല്ലെങ്കിലോ ഒന്നും ചെയ്യാൻ പറ്റില്ല.